Good morning. In today's class, we are going to discuss about the first chapter, Physical World. ഒന്നാമത്തെ ചാപ്റ്ററായ ഫിസിക്കൽ വേൾഡിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം ഹ്യൂമൻസ് ആർ ഓൾവേസ് ക്യൂരിയസ് അബൌട്ട്സ് വേൾഡ് അറൗണ്ട് ദം. നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെല്ലാം എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നതിൽ കുറച്ചുകൂടെ ക്യൂരിയസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. The enquiring and the imaginative human mind has responded to the wonder and the awe of the nature in different ways. വ്യത്യസ്ത രീതികളിൽ ഇപ്പം നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ മനസ്സുകളെല്ലാം ഒന്നല്ല. അവർ പ്രതികരിക്കുന്ന രീതി വ്യത്യാസമാണ്, അവർ ജീവിക്കുന്ന ചുറ്റുപാടുകൾ വ്യത്യാസമാണ്, അവരുടെ ഇമാജിനേഷൻ വ്യത്യാസമാണ്, അങ്ങനെ എല്ലാം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഇനി വൈ ഡു സ്റ്റാർസ് ട്വിങ്കിൾ, നമുക്ക് ചുറ്റുമുള്ള നക്ഷത്രങ്ങൾ ട്വിങ്കിൾ ചെയ്യാറുണ്ട്, ഒന്ന് ചെറുതായിട്ട് മിന്നുന്ന പോലെ കാണാറുണ്ട്. എന്തുകൊണ്ടാണത്? വൈ ഡു ഡേ ആൻഡ് നൈറ്റ് ഒക്കർ, എന്തുകൊണ്ടാണ് രാവും പകലും നമുക്ക് ഉണ്ടാവുന്നത്? ഹൗ ഡസ് എ വോൾക്കാനോ ഇറപ്ഷൻ ടേക്ക് പ്ലേസ്, ഒരു വോൾക്കാനോ ഇറപ്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ഹൗ ഡു ദ സീസൺസ് ഒക്കേഴ്സ്, എങ്ങനെയാണ് സീസൺസ് ഉണ്ടാവുന്നത്? സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. റെയിൻബോ ഫോർമേഷൻ ഒക്കെ പറയാനായിട്ടാണ് പോകുന്നത്. ഇതുപോലെ തന്നെ ടൈഡ്സ്, റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ ഓഫ് ദ എർത്ത്, പ്ലാനറ്റ്സ്, ഗാലക്സീസ് എക്സെട്ര. ഈ ചോദ്യങ്ങളെല്ലാം നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. So one kind of response from the earliest time has been to observe the physical environment carefully. അപ്പം നേരത്തെ നമ്മൾ ചെയ്തിരുന്ന എന്താ, നമുക്ക് ചുറ്റുമുള്ള ഫിസിക്കൽ എൻവയോൺമെന്റ് വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യും. അപ്പം ആ ഒബ്സർവ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവിടെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ നാച്ചുറൽ ഫിനോമിനാസ് അതിന് കാരണമാവുന്നുണ്ടോ, നേച്ചർ അതുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ദിസ് ഹ്യൂമൻ എൻഡേവർ ലെറ്റ് ദ മോഡേൺ സയൻസ് ആൻഡ് ടെക്നോളജി. ഇങ്ങനെയാണ് പുതിയൊരു സയൻസ് ആൻഡ് ടെക്നോളജി അവിടെ വളരാനായിട്ട് തുടങ്ങുന്നത്. ക്യൂരിയോസിറ്റി ആൻഡ് ക്യൂരിയോസിറ്റി ലേർഡ്സ് ടുവേർഡ്സ് സയൻസ്. സയൻസ് കണ്ടുപിടിക്കാൻ കാരണമാകുന്നത് ക്യൂരിയോസിറ്റിയാണ്. നമുക്കത് എങ്ങനെ സംഭവിച്ചു എന്നറിയാനായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഇതിന്റെ പിന്നിലുള്ള സയൻസും സയന്റിഫിക് മെത്തേഡുകളെയും കുറിച്ച് നമ്മൾ പഠിക്കാൻ ഇടയായത്. Science is the systematic attempt to understand natural phenomena in as much detail and depth as possible and use of knowledge so gain to predict, modify and control phenomena. ഇപ്പോൾ നമുക്കറിയാം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വേയിൽ നമുക്ക് ചുറ്റുമുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ നോളജ് അക്വയർ ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് നമ്മൾ സയൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. സയൻസ് എന്ന് പറയുന്ന വേർഡ് ലാറ്റിൻ വേർഡായ സയൻഷ്യ എന്ന് പറയുന്ന വാക്കിൽ നിന്നും ഉത്ഭവിച്ചതാണ്. മീനിങ് ടു നോ എന്ന് പറയുന്നതാണ് അതിന്റെ അർത്ഥം വരുന്നത്. ടു നോ, സയൻഷ്യ ടു നോ എന്നാണ് പറയുന്നത്. ദ സാൻസ്ക്രിറ്റ് വേർഡ് വെഗ്നൻ ആൻഡ് ദ അറേബിക് വേർഡ് ഇൽ കൺവേ സിമിലർ മീനിങ്, നെയിംലി നോളജ്. ഇതേപോലെ തന്നെ നോളജ് എന്ന അർത്ഥം വരുന്ന സാൻസ്ക്രിറ്റ് പദവും ഒരു അറബിക് വേർഡും നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഇനി അടുത്തത് പറയാനായിട്ട് പോകുന്നത്, സയൻസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ നമുക്ക് എക്സ്പ്ലോറിംഗ് ആയിട്ടുള്ള, നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ സയന്റിഫിക് മെത്തേഡിനകത്ത് ഒരുപാട് ഒബ്സർവേഷൻസ് കാണും. കൺട്രോൾഡ് ആയിട്ട് നമ്മൾ ആ എക്സ്പെരിമെന്റ് ആവർത്തിച്ച് ചെയ്യുന്നുണ്ട്. ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടോ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടോ ഒരു റീസണിങ് നടക്കുന്നുണ്ട്. നമ്മൾ അതിനകത്തു നിന്നൊരു മാത്തമാറ്റിക്കൽ ഒരു മോഡലിംഗ് ഉണ്ടാക്കുന്നു, നമ്മുടെ ഒരു പ്രഡിക്ഷൻ നടത്തുന്നു. ആ തിയറികൾ സത്യമാണോ അല്ലെങ്കിൽ കള്ളമാണോ എന്ന് നമ്മൾ നോക്കുന്നു. അൾട്ടിമേറ്റ്ലി ഒരു സയന്റിഫിക് തിയറി എന്ന് പറയുന്നത് വെരിഫൈ ചെയ്ത്, നമ്മൾ ഒബ്സർവേഷൻസും എക്സ്പെരിമെന്റും എങ്ങനെയാണെന്നുള്ളത് വെരിഫൈ ചെയ്ത് അക്സെപ്റ്റ് ചെയ്തതുപോലെ തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ് അല്ലേ. ഒബ്സർവേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് നിരീക്ഷണങ്ങൾ നടത്തി അതിൽ നിന്നും എക്സ്പെരിമെന്റേഷനിലേക്കാണ് വരുന്നത്. സോ സയൻസ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ആണ്. ഒന്നിൽ കൂടുതൽ കാര്യങ്ങളുമായിട്ട് ഒരുപാട് ബന്ധങ്ങളിൽ നിൽക്കുന്നതാണ് സയൻസ് എന്ന് പറഞ്ഞാൽ. അപ്പം ബേസിക് ആയിട്ട് ഒരു സയൻസിന്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യത്തിനെ കുറിച്ച് അറിയണമെങ്കിൽ എത്രമാത്രം നമുക്കതിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും, നിലവിൽ നിൽക്കുന്ന തിയറിയുമായിട്ട് അതിന് എത്രമാത്രം ബന്ധങ്ങളുണ്ട്, അല്ലെങ്കിൽ മുന്നോട്ട് വരുന്നതുമായിട്ട് അതിന് എത്രമാത്രം ബന്ധങ്ങളുണ്ട് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ദ വേർഡ് സയൻസ് ഈസ് ഒറിജിനേറ്റഡ് ഫ്രം, 4 വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. സയൻഷ്യ, വെഗ്നാൻ, ഭൗതികി ആൻഡ് ബാക്ടീരിയ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് സയൻഷ്യ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് വന്നത്. ദ മീനിങ് ഓഫ് ലാറ്റിൻ വേർഡ് സയൻഷ്യ. സയൻഷ്യ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡ് അർത്ഥം എന്താണ്? നേച്ചർ ആണോ, സ്പേസ് ആണോ,
അൺനോൺ ആണോ ടു നോ ആണോ? ടു നോ ആണ് വരുന്നത് അല്ലേ. അടുത്തത് ഇനി നമ്മൾ ഫിസിക്സിലേക്കാണ് പോകുന്നത്. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് പദമായ നേച്ചർ എന്ന് പറയുന്നതിൽ നിന്നും അർത്ഥം വന്നതാണ് ഫിസിക്സ് ഉത്ഭവിച്ചു വരുന്നത്. സാൻസ്ക്രിറ്റ് വേർഡായ ഭൗതികിയിൽ നിന്നുമാണ് നമ്മൾ കൂടുതൽ ഫിസിക്കൽ വേൾഡിനെ കുറിച്ച് പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് പ്രിസൈസ് ആയിട്ടൊരു ഡെഫിനിഷൻ പറയുക, കൃത്യതയോടുകൂടി പറയുക നടക്കുന്ന കാര്യമല്ല അല്ലേ. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ട് സയൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ കെമിസ്ട്രിയും ബയോളജിയും എത്രത്തോളം ഇതിനോട് അടുപ്പമുണ്ടോ അതുപോലെ അടുപ്പമുള്ള ഒന്നാണ് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പം ഒരുപാട് നിയമങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ടായിരിക്കും, നമുക്ക് ചുറ്റും കാണുന്ന പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ടായിരിക്കും. സയൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി 2 പ്രിൻസിപ്പൽ ത്രസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്, യൂണിഫിക്കേഷൻ ആൻഡ് റിഡക്ഷൻ. യൂണിഫിക്കേഷൻ ആൻഡ് റിഡക്ഷനകത്ത് ആദ്യമേ യൂണിഫിക്കേഷനിലേക്ക് പോകുമ്പോൾ, in unification the effort is to see the physical world as manifestation of some universal law in different domains and condition. വ്യത്യസ്ത അവസ്ഥകളിൽ ഇരിക്കുന്ന, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വരുന്ന കുറേയധികം നിയമങ്ങൾ അനുസൃതമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നിനെയാണ് യൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഒരു ആപ്പിൾ മുകളിൽ നിന്നും ഒരു ഗ്രൗണ്ടിലേക്ക് വീഴുന്നത് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ വെച്ച് പറയാൻ പറ്റും അല്ലേ. ഇനി ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങുന്നത് മോഷൻ കൊണ്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അതൊക്കെയാണ് യൂണിഫിക്കേഷനിൽ പറയുന്നത്. എങ്കിൽ റിഡക്ഷനിലേക്ക് വരുമ്പോൾ, ദ റിഡക്ഷനിസം ദ എഫോർട്ട് ഇസ് ടു ഡ്രൈവ് ദ പ്രോപ്പർട്ടി ഓഫ് എ ബിഗർ മോർ കോംപ്ലക്സ് സിസ്റ്റം ഫ്രം ദ പ്രോപ്പർട്ടി ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് സിംപ്ലർ പാർട്സ്. അപ്പം വളരെ വലിയ ഒന്നിൽ നിന്നും വളരെ ചുരുങ്ങിയ ഒന്നിലേക്ക്, അല്ലെങ്കിൽ വളരെ കോംപ്ലക്സ് ആയിട്ട് നിൽക്കുന്ന ഒന്നിനെ സിംപ്ലർ ആക്കി മാറ്റാൻ പറ്റുന്ന ഒന്നിനെയാണ് നമുക്ക് റിഡക്ഷനിസം ഓഫ് എഫോർട്ട് എന്ന് അല്ലെങ്കിൽ റിഡക്ഷനിസം എന്ന് പറയാൻ പറ്റുന്നത്. തെർമോഡൈനാമിക് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിൽ എല്ലാമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ടെമ്പറേച്ചർ ആവാം, ഇന്റേണൽ എനർജി ആവാം, എൻട്രോപ്പി ആകാം, അങ്ങനെ ഒരുപാട് മാക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് അല്ലേ. ഇതുപോലെ കൈനറ്റിക് തിയറി എന്ന് പറയുന്നതും സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിസം അല്ലെങ്കിൽ ആ ഒരു മെക്കാനിക്സ് എന്ന് പറയുന്നതും എപ്പോഴും നമുക്ക് ചുറ്റുമുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടുള്ള എലമെന്റുകളാകാം, അല്ലെങ്കിൽ അതിനു ചുറ്റുമുള്ള മോളിക്യൂളുകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എന്ന് പറയാം. ഫിസിക്സ് എന്ന് പറയുന്ന വേർഡ് എവിടെ നിന്ന് വന്നതാണെന്ന് നോക്കാം. 4 വേർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, ഭൗതികി, ഇൽം, നേച്ചർ ആൻഡ് ടു നോ. ഉത്തരം നേച്ചർ ആണ് വരുന്നത്. അടുത്തത് ഫിസിക്സിന്റെ ബേസിക് ലോ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ, നോട്ട് വാലിഡ് ഇൻ സ്പേസ്, വാലിഡ് ഓൺ ദ എർത്ത്. അതിൽ യൂണിവേഴ്സൽ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 4ാമത്തെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ടായിരുന്നു, ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ആൻഡ് പ്രഷർ ആണ് കേട്ടോ. Physics is one of the basic disciplines in the category of dash science. ഓപ്ഷൻസ് വരുന്നത് ആസ്ട്രോ, നാച്ചുറൽ, സ്പേസ് ആൻഡ് ജെനറ്റിക്സ് ആണ്. ഉത്തരം നാച്ചുറൽ ആണ്. നാച്ചുറൽ സയൻസിന്റെ നിന്നാണ്, അതിന്റെ കാറ്റഗറിയിൽ നിന്നാണ് ഫിസിക്സിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തത്. സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെന്റ് ഓഫ് ദ ഫിസിക്സ് ആണ് അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെന്റ് ഓഫ് ഫിസിക്സിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് 2 ഡൊമൈനുകളെ കുറിച്ചാണ് പറയുന്നത്, മാക്രോസ്കോപ്പിക് ആൻഡ് മൈക്രോസ്കോപ്പിക്. മാക്രോസ്കോപ്പിക് ഡൊമൈനകത്ത് നമ്മൾ കൂടുതൽ ലബോറട്ടറി അല്ലെങ്കിൽ ടെറസ്ട്രിയൽ അല്ലെങ്കിൽ ആസ്ട്രോണമിക്കൽ സ്കെയിൽസിനെ കുറിച്ചായിരിക്കും പറയുന്നത്. മൈക്രോസ്കോപ്പിക് എന്ന് പറയുമ്പം ആറ്റം അല്ലെങ്കിൽ ന്യൂക്ലിയസിനകത്തുള്ള വളരെ ചെറിയ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അതിൻ്റെ മാറ്ററിനെ കുറിച്ചായിരിക്കും പറയുന്നത്. ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ കൂടുതലും മാക്രോസ്കോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മെക്കാനിക്സ്, ഇലക്ട്രോഡൈനാമിക്സ്, ഒപ്റ്റിക്സ്, തെർമോഡൈനാമിക്സ് പോലുള്ളവയുമായിട്ട് പറയാൻ പറ്റും. മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടന്റെ ലോ ഓഫ് മോഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയാൻ പറ്റുന്നതാണ്. കൂടാതെ ഇവർക്ക് നമുക്ക് വ്യത്യസ്തപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ വ്യത്യാസം വരുന്ന രീതിയിൽ കുറേയധികം സിസ്റ്റംസ് നമുക്ക് അതിനനുസരിച്ച് പറയാനായിട്ടും സാധിക്കുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രൊപ്പൽഷൻ ഓഫ് എ റോക്കറ്റ് ബൈ എ ജെറ്റ് ഓഫ് ഇജക്റ്റിംഗ് ഗ്യാസസ്. ഗ്യാസ് വെളിയിലേക്ക് വരും ഒരു റോക്കറ്റ് മുകളിലോട്ട് പോകുന്ന അനുസരിച്ച്, അത് ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. ഇനി നമ്മൾ മറ്റൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, പ്രൊപ്പഗേഷൻ ഓഫ് വാട്ടർ വേവ്സ് ആർ സൗണ്ട് വേവ്സ് ഇൻ എയർ, equilibrium of a bend rod under the load etc are the problems of mechanics. മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരുപാട് പ്രോബ്ലംസുമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് അല്ലെങ്കിൽ മാഗ്നറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ചാർജിൻ്റെയാണ് കേട്ടോ. അതിൻ്റെ സവിശേഷതകളുമായിട്ട് പറയാൻ പറ്റുന്നതാണ്. ഈ ഒരു ലോ എന്ന് പറഞ്ഞാൽ കൂളംബ്, ഓസ്റ്റഡ്, ആംബിയർ, ഫാരഡേ തുടങ്ങിയ ആൾക്കാർ, മാക്സ്വെൽ ഉൾപ്പെടെയുള്ള ഫേമസ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകളിൽ നിന്നും ബേസിക് ലോസ് നമുക്ക് കുറേയധികം പഠിക്കാനുണ്ടായിരുന്നു. The motion of a current carrying conductor in a magnetic field, the working of an antenna,
propagation of the radio waves in the ionosphere etc. are the problems of the electrodynamics. ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഒപ്റ്റിക് ഡീൽസ് വിത്ത് ഫിനോമിനൻ ഇൻവോൾവിംഗ് ലൈറ്റ് ഉൾപ്പെടെയുള്ള ഒപ്റ്റിക്സിനെ കുറിച്ചുള്ള ഫിനോമിനാസ്, ടെലിസ്കോപ്പ്, മൈക്രോസ്കോപ്പ് തുടങ്ങിയതിന്റെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഒപ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ പറ്റും. തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ട്, അപ്പം ഒരു ബോഡിയുടെ മോഷൻ മുഴുവനായിട്ടോ അല്ലെങ്കിൽ പാർഷ്യലായിട്ടോ നമുക്ക് ബന്ധപ്പെടുത്തി പറയാൻ പറ്റുന്നതാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ, മെക്കാനിക് ഡീൽസ് വിത്ത് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ആൻഡ് ഡാസ് ലോസ് വിച്ച് ആർ കൺസേൺഡ് വിത്ത് മോഷൻ. 4 ഓപ്ഷൻസ് ആണ്. ലീനിയർ മൊമെന്റം, എനർജി കൺസർവേഷൻ, ഗ്രാവിറ്റേഷൻ, ചാർജ് കൺസർവേഷൻ. ഗ്രാവിറ്റേഷൻ ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഡാഷ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ഇൻ വിച്ച് ഹീറ്റ് എഞ്ചിൻ ആൻഡ് ദ റെഫ്രിജറേറ്റർ എഫിഷ്യൻസി ആർ സ്റ്റഡീഡ്. ഒപ്റ്റിക്സ് ആണോ, തെർമോഡൈനാമിക്സ് ആണോ, മെക്കാനിക്സ് ആണോ, ക്വാണ്ടം ഫിസിക്സ് ആണോ? തെർമോഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നമ്മൾ ഹീറ്റ് എഞ്ചിൻ അഥവാ റെഫ്രിജറേറ്ററുമായിട്ട് ഉള്ള ബന്ധപ്പെട്ട ഫിസിക്സിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഇനി സബ് ഡിസിപ്ലിൻസ് ഓഫ് ഫിസിക്സിലേക്ക് വരുമ്പോൾ, ആസ്ട്രോഫിസിക്സ് എന്ന് പറയുന്നതാണ് ഒന്നാമതായിട്ട് പറയുന്നത്. ഇപ്പം യൂണിവേഴ്സിലുള്ള പ്ലാനറ്ററി മോഷനുകളെ കുറിച്ചുള്ള ഒരു പഠനമാണ് ആസ്ട്രോഫിസിക്സിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ലുമിനോസിറ്റി, ടെമ്പറേച്ചർ, കെമിക്കൽ കോമ്പോസിഷൻ, ഡെൻസിറ്റി തുടങ്ങിയവയൊക്കെയാണ് അതുമായിട്ട് പറയാൻ പറ്റുന്നത്. അറ്റമിക് ആൻഡ് മോളിക്കുലർ ഫിസിക്സിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ടും ആറ്റം അല്ലെങ്കിൽ മോളിക്യൂളിന്റെ സ്ട്രക്ചറോ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സോ ആയിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. സോളിഡ് സ്റ്റേറ്റ്സ് ഇൻ ഫിസിക്സിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് സോളിഡ് തന്നെ ഇലക്ട്രിക്കൽ, ഡൈഇലക്ട്രിക് ആൻഡ് ഇലാസ്റ്റിക് ആയിട്ട് വരുന്നുണ്ട്. ദെൻ സ്റ്റഡി ഓഫ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്, അതായത് ഇലക്ട്രിക്കൽ ആകാം, ഡൈഇലക്ട്രിക്, ഇലാസ്റ്റിക്, തെർമൽ പ്രോപ്പർട്ടി തുടങ്ങിയവയുമായിട്ടുള്ള എല്ലാ ഫിസിക്സിന്റെ ഫണ്ടമെന്റൽ ലോയും അതിന്റെ ആപ്ലിക്കേഷനും ഒക്കെ പഠിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. കോസ്മോളജി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയാം, യൂണിവേഴ്സുമായിട്ട്, ഹോൾ യൂണിവേഴ്സുമായിട്ട് ഫോക്കസ് ചെയ്തതാണ്. എങ്ങനെയാണ് ഇവല്യൂഷൻ സംഭവിക്കുന്നത്, യൂണിവേഴ്സിൽ ചേഞ്ചുകൾ എങ്ങനെ നടക്കുന്നു എന്നതിനെ കുറിച്ച് പഠിക്കുന്നതാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ മാക്രോസ്കോപ്പിക് സിസ്റ്റംസ്, അറ്റമിക് കോൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ടും മോളിക്കുലാർ കോൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ടും അതിന്റെ പ്രത്യേകതകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്ന. ഇനി തിയററ്റിക്കൽ ഫിസിക്സിലേക്ക് വരുമ്പോൾ അത് ആക്ച്വലി നമുക്ക് ഫിസിക്കൽ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട കുറേയധികം പ്രഡിക്ഷൻസ് പറയാൻ, എക്സ്പ്ലെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് തിയററ്റിക്കൽ ഫിസിക്സ് യൂസ് ചെയ്യുന്നത്. ജിയോ ഫിസിക്സിലേക്ക് വരുമ്പോൾ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെയും കുറിച്ചുള്ള പഠനമാണ്. തെർമോഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞതാണ്, മാക്രോസ്കോപ്പിക് ലെവലിൽ കുറേയധികം ഫിസിക്കൽ അല്ലെങ്കിൽ കുറേയധികം എഫക്റ്റുകൾ സംഭവിക്കും, അല്ലെങ്കിൽ എവിടെയൊക്കെ ചേഞ്ചുകൾ വരാം, ടെമ്പറേച്ചറിൽ മാറ്റമുണ്ടോ, പ്രഷറിലുണ്ടോ, വോളിയത്തിലുണ്ടോ, അങ്ങനെയുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ പറ്റും. മെക്കാനിക്സിലേക്ക് വരുമ്പം ഫിസിക്സിന്റെ മറ്റൊരു ബ്രാഞ്ച് തന്നെയാണ് ഇക്വിലിബ്രിയവുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഒരു വസ്തു മോഷനിലിരിക്കുവാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടും പറയാം. ഇതിനും 3 ശാഖകളുണ്ട്. ഒന്നാമത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, രണ്ടാമത്തത് കൈനമാറ്റിക്സ്, മൂന്നാമത്തത് ഡൈനാമിക്സ്. ഇങ്ങനെയാണ് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു വസ്തു മോഷനിലിരിക്കുന്നു, അല്ലെങ്കിൽ ഫോഴ്സ് കാരണം ആ വസ്തുവിന്റെ ഇക്വിലിബ്രിയത്തിൽ നിന്നത് മാറിയാൽ അവിടെ മോഷൻ ഉണ്ട്. അപ്പൊ അതിനെപ്പറ്റി പറയുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. കൈനമാറ്റിക്സ് പറയുമ്പോൾ അതിന്റെ മോഷനിൽ വ്യത്യാസം വരാതെ, ഇപ്പം ഒരു വസ്തുവിൽ മോഷൻ ഉണ്ടാവുന്നുണ്ട്, അപ്പം കോസ് ഓഫ് മോഷന് കാരണമല്ലാതെ വസ്തു മാറുന്നുണ്ടെങ്കിൽ അത് കൈനമാറ്റിക്സുമായിട്ട് പറയാൻ പറ്റും. ഡൈനാമിക്സിലേക്ക് വരുമ്പോൾ എന്ത് കാരണങ്ങളാൽ കൊണ്ടാണ് അത് മാറുന്നത്, അതാണ് അവിടെ പറയുന്നത്. അപ്ലൈഡ് ഫിസിക്സിലേക്ക് വരുമ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ ഈ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെ കൂടുതൽ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് പറയാൻ പറ്റും, ഇതുമായിട്ട് ഈ ഫിസിക്കൽ ലോസ് കൂടുതൽ ഈ ഡിവൈസുകൾ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. മെക്കാനിക്സ് എന്ന് പറയുന്ന അതിന്റെ ബ്രാഞ്ചിലേക്ക് കൂടുതൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നതാണ്. ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഇക്വിലിബ്രിയം കണ്ടീഷൻ ഓഫ് എ ബോഡി അണ്ടർ ദ ആക്ഷൻ ഓഫ് ദ ഫോഴ്സസ് കോൾഡ് ഡാഷ്. 4 ഓപ്ഷൻസ് ഉണ്ട്. കൈനമാറ്റിക്സ്, ഡൈനാമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അപ്ലൈഡ് ഫിസിക്സ് ആണ് പറയുന്നത്. ആൻസർ വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അടുത്ത ചോദ്യം, ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ മോഷൻ ഓഫ് എ ബോഡി ഈസ് കോൾഡ് ഡാഷ്. കൈനമാറ്റിക്സ് ആണോ, ഡൈനാമിക്സ് ആണോ, സ്റ്റാറ്റിസ്റ്റിക്സ് ആണോ, അപ്ലൈഡ് ഫിസിക്സ് ആണോ എന്നുള്ളതാണ്. ഡൈനാമിക്സ് ആണ് ആൻസർ വരുന്നത്. അടുത്തത് ഹൈപ്പോത്തസിസ്, ആക്സിയംസ് ആൻഡ് മോഡൽസ് ആണ്. ഈ ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയും വരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കുക.